ഹായ്. അജയൻ്റെ രണ്ടാം മോഷണം ARM ഇന്ന് റിലീസായിട്ടുണ്ടായിരുന്നു. അതെല്ലാവർക്കും അറിയാം. മൂവി റിവ്യൂ അല്ല ഇത്, എനിക്കിന്നുണ്ടായ അനുഭവമാണ്. ഞാൻ ഇന്നലെ തൊട്ട് നോക്കിയിരുന്ന് രാവിലത്തെ ഷോ പലയിടത്തും 3D ഉണ്ടാവില്ല എന്നുള്ളൊരു കമൻസും കാര്യങ്ങളും കണ്ടപ്പോൾ ഉച്ചയ്ക്ക് 1 മണിയുടെ ഷോ ഞാൻ കോഴിക്കോട് ARCയിൽ ബുക്ക് ചെയ്ത് ഓടിപ്പോൾ ഞാൻ അവിടെ എത്തിയപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 3D ഇല്ല, 2D ആണ്. പക്ഷേ ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത് 3D ആണ്. അവരുടെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഇപ്പോഴാണ് 3D വന്നത്, അത് പ്രോസസ്സ് ചെയ്ത് തിയേറ്ററിൽ കേട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വൈകിട്ടത്തെ ഷോ മാത്രമേ 3D കളിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് 3Dക്ക് എക്സ്ട്രാ വന്ന, അതായത് ഗ്ലാസിൻ്റെ മറ്റേ ചാർജ് റീഫണ്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് മൊത്തം ക്യാഷ് റീഫണ്ടായിട്ട് തന്നെ വേണമെന്ന് പറഞ്ഞു. അവർ പക്ഷേ മാന്യമായിട്ട് തന്നെ അവരത് ചെയ്തു തന്നു കേട്ടോ. സ്പോട്ടിൽ തന്നെ അവരത് ചെയ്തു തന്നു. എനിക്ക് പൈസയായി തന്നെ കൈ തന്നു. പക്ഷേ ലിസ്റ്റിൻ സ്റ്റീഫനെ പോലെ ഇത്രയും വലിയൊരു പ്രൊഡ്യൂസറും അതുപോലെ ഇത്രയും സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്ന ഒരാൾ പ്രൊഡ്യൂസ് ചെയ്തൊരു സിനിമ അതെന്തുകൊണ്ടാണ് എങ്ങനെയാവുന്നത്? നിങ്ങൾ പ്രൊമോഷൻ ഓൾറെഡി നിങ്ങൾ ഫെയിൽഡാണ് ശരിക്കും. ഈ ARM പോലൊരു സിനിമയ്ക്ക് കൊടുക്കേണ്ട പ്രൊമോഷൻ നിങ്ങൾ കൊടുത്തിട്ടില്ല. ഏതൊരു ലാംഗ്വേജിലും മലയാളത്തിൽ നിന്ന് കൊണ്ടുപോയി കാണിക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റിയുള്ള സിനിമയായിരുന്നു ഈ സിനിമ. പക്ഷേ ഇതിന് നിങ്ങൾ ഒരു നോർമൽ ഇൻ്റർവ്യൂസിൽ മാത്രം ഒതുക്കിയിരുന്ന പ്രൊമോഷനാണ് കണ്ടിട്ടുള്ളത്. അത് കൂടാതെയാണ് ഇപ്പോൾ ഇത്. അതായത് ടൊവിനോയെ പോലൊരു നടൻ്റെ കരിയറിൽ ചിലപ്പം ഫസ്റ്റ് ഡേ ഉണ്ടാവാമായിരുന്ന കളക്ഷൻ ചിലപ്പോൾ പോയിട്ടുണ്ടാവും. കാരണം എന്നെപ്പോലെ എത്ര പേര് റീഫണ്ട് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ എത്ര ഷോസ് ക്യാൻസലായി പോയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ശരിക്കും ഇത് എന്താ പറയുക, വളരെ കെയർലെസ് ആയിട്ട് സിനിമയുടെ ഒരു സീരിയസ്നെസ്സും ഇല്ലാതെ നിങ്ങൾ പെരുമാറിയ പോലെയാണ് കണ്ടത്. കാരണം ഒട്ടുമിക്ക തിയേറ്ററിലും 3D ഇല്ല സിനിമ. അപ്പോൾ 3Dയിലൊരു സിനിമ എടുത്തിട്ട് ഫസ്റ്റ് ഷോ പോകുന്ന പ്രേക്ഷകനെ 3D കാണിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തുകൂടായിരുന്നോ? മുന്നേ അറിയില്ല ഈ ഡേറ്റൊക്കെ ഇന്നാണ് റിലീസ് എന്നുള്ളത്. ഇപ്പം ലാസ്റ്റ് മിനിറ്റിലാണോ നിങ്ങൾ 3D എത്തിക്കുന്നത്? വളരെ മോശം കാര്യമായിട്ടോ അത് ചെയ്തിട്ടുള്ളത്. വേറൊരാളുടെ സിനിമയാണെങ്കിൽ ഓക്കെ, നമുക്കത് പോട്ടേന്ന് വെക്കുകയാണെങ്കിൽ ഇത് ലിസ്റ്റിൻ സ്റ്റീഫനെ പോലെ ഒരാൾ ഇത്ര കെയർലെസ് ആയിട്ട് ഒരിക്കലും പെരുമാറരുത്. കാരണം 3D കാണിക്കാൻ നിങ്ങൾ കൊണ്ടുവന്ന സിനിമ ഫസ്റ്റ് ഷോ തന്നെ 3D ഇല്ല എന്ന് പറയുമ്പോൾ അത് തന്നെ വലിയൊരു നെഗറ്റീവായില്ല ആളുകൾക്കിടയിൽ. എത്ര പേര് ഞാൻ വന്ന സമയത്ത് തന്നെ നിങ്ങൾ ബുക്ക് ചെയ്തൊരു 3D ഇല്ലെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കച്ചറ ഉണ്ടാക്കുന്ന ഒരുപാട് പേരെ കണ്ടു. കാരണം അവർക്ക് ചിലപ്പം ഇത് തിയേറ്ററിൻ്റെ പ്രശ്നമാണ് അതാണെന്ന് അവർക്ക് പറഞ്ഞിട്ട് മനസ്സിലാവാത്ത 1-2 പേരും ഞാൻ കണ്ടു. അതായത് അവരോട് കച്ചറ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അവിടുന്ന് ഭയങ്കര ബഹളമായിരുന്നു. കാരണം അവർക്ക് കാര്യം പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. അവർ പറയുന്നത് നിങ്ങളുടെ പ്രശ്നമല്ലേ, നിങ്ങൾ ബുക്കിംഗ് മാറ്റണ്ടേ, 3D മാറ്റി 2D ആക്കണ്ടേ എന്നൊക്കെയാണ് പറയുന്നത്. ബുക്ക് മൈ ഷോയിൽ ചേഞ്ച് ചെയ്യാൻ എങ്ങനെയാണെന്നുള്ള എനിക്കും വലിയ ഐഡിയ ഇല്ല. പക്ഷേ എന്നോട് അവർ മാന്യമായിട്ട് പറഞ്ഞു ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് ഫുൾ പൈസ റീഫണ്ട് ചെയ്തു തന്നും ചെയ്തു എനിക്ക്. അപ്പം ഇത് പൂർണ്ണമായും പ്രൊഡക്ഷൻ സൈഡിൽ നിന്നുള്ള പ്രൊഡ്യൂസറുടെയും വിതരണക്കാരുടെയും മാത്രം ഉത്തരവാദിത്തമാണ്. തിയേറ്ററുകാർക്ക് ഇതിൽ വലിയ റോളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം തിയേറ്ററുകാർ ടിക്കറ്റ് റീഫണ്ട് ചെയ്യാൻ നിൽക്കുമോ അങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ ഷോസ് ക്യാൻസൽ ചെയ്യാൻ നിൽക്കുമോ? ഒരിക്കലും ഇല്ല. അപ്പോൾ നിങ്ങൾ വലിയൊരു സിനിമ, അതും ക്വാളിറ്റിയുള്ള സിനിമയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. സിനിമ ഇപ്പം സിനിമ ഒന്നുമല്ല, ക്വാളിറ്റിയുള്ള ഒരു സിനിമ എടുത്ത് വെച്ച് ടൊവിനോ എന്ന് പറയുന്നൊരു നടൻ്റെ 50ാമത്തെ ചിത്രം, ജിതിൻ എന്ന് പറയുന്നൊരു ഡയറക്ടറുടെ അയാളുടെ ഫസ്റ്റ് സിനിമയെ അയാൾ ഇത്രയും മനോഹരമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ഫസ്റ്റ് ഷോ നമ്മൾ ഭയങ്കര ആകാംക്ഷയോടെ ചെന്ന പ്രേക്ഷകന് 3D ഇല്ല എന്ന് പറയുന്ന ഒരു നിരാശയോടുകൂടി പടം കാണേണ്ടി വന്നു. 10 മണി തൊട്ട് ഷോസ് നോക്കി 1 മണിക്ക് ബുക്ക് ചെയ്ത് എനിക്ക് 4 മണിയുടെ ഷോ 4:30യുടെ ഷോയാണ് പോയി കാണേണ്ടി വന്നത്. റീഗളിൽ, കാലിക്കറ്റ് റീഗളിൽ 4:30യുടെ ഷോയാണ് ഞാൻ കണ്ടത്. എന്നിട്ട് നിങ്ങൾ സിനിമയെ ഫസ്റ്റ് പരിഗണിക്കൂ, അല്ലാതെ പ്രേക്ഷകനെ പരിഗണിക്കുന്നതിന് മുന്നേ സിനിമയല്ലേ പരിഗണിക്കേണ്ടത്. സിനിമയ്ക്ക് നിങ്ങൾ കൊടുക്കേണ്ട നീതി കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് പ്രേക്ഷകനെ അത് വിശ്വാസത്തോടു കൂടി പോയി കാണുക? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ നിരാശയോടുകൂടിയാണ് തിയേറ്ററിൽ കയറി. സത്യം പറഞ്ഞാൽ ഫസ്റ്റത്തെ ആവേശമൊക്കെ ചോർന്നു പോയി. 1:30ക്ക് പോയി, പിന്നെയും തിരിച്ച് വന്നു, പിന്നെ 4:30ക്ക് അടുത്ത തിയേറ്റർ ബുക്ക് ചെയ്ത് പോയി. സത്യം പറഞ്ഞാൽ വളരെ നിരാശയോടുകൂടി കയറി ചെന്നു. ആ ആവേശമൊക്കെ തണുത്തിട്ടാണ് ഞാൻ തിയേറ്ററിൽ പോയത്. പക്ഷേ സിനിമ കൊള്ളായിരുന്നു കേട്ടോ. സിനിമ നിങ്ങളൊക്കെ ധൈര്യമായിട്ട് പോയി കണ്ടോളൂ, ആർക്കും സിനിമ നിരാശപ്പെടുത്തില്ല. പക്ഷേ ഇത് ലിസ്റ്റിൻ സ്റ്റീഫനെ പോലുള്ള ഒരു പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന് ഇതുപോലുള്ള പരിപാടികൾ വളരെ മോശമാണ്. ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആദ്യം ഒഴിവാക്കിയാൽ പോരെ. എന്തിനാണ് ഇത്ര റിസ്ക് എടുക്കുന്നത്?